നമസ്കാരം. ആത്മീയം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജനന വർഷത്തിന്റെ അവസാനത്തെ അക്കം വെച്ച് നമ്മുടെ ജീവിത രഹസ്യങ്ങളും ഭാവിയും കണ്ടെത്തുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. 0 മുതൽ 4 വരെ അവസാനിക്കുന്ന ജനനവർഷമുള്ളവരുടെ ജീവിത ഫലങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ വളരെ വിശദമായി തന്നെ സംസാരിച്ചിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 മുതൽ 9 വരെ അവസാനിക്കുന്ന ജനനവർഷമുള്ളവരുടെ സ്വഭാവ സവിശേഷതകളും സാമ്പത്തിക നിലയും വിവാഹ ജീവിതവും അവർ ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. ആദ്യ ഭാഗത്തിന് നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. ഈ ഭാഗത്തിലും നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം വരുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആത്മീയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ജനനവർഷത്തിന്റെ അവസാന അക്കം 5 ആയി വരുന്നവരെ കുറിച്ചാണ്. ഉദാഹരണത്തിന് 1965, 75, 85, 95, 2005, 2015 ഇതൊക്കെയാണ് നിങ്ങൾ ജനിച്ച വർഷമെങ്കിൽ ഈ പറയുന്നത് 100% നിങ്ങളുടെ ജീവിതമാണ്. സംഖ്യാശാസ്ത്രത്തിൽ 5 എന്ന അക്കം ബുധനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നവഗ്രഹങ്ങളിൽ ബുധനെ ഒരു കുമാരനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്ക് എത്ര പ്രായമായാലും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ചുറുചുറുക്കുള്ള ഒരു യുവാവോ യുവതിയോ ഉണ്ടായിരിക്കും. പ്രായം നിങ്ങളെ പെട്ടെന്ന് ബാധിക്കില്ല. ശാരീരികമായും മാനസികമായും എപ്പോഴും ഒരു യൗവനം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും വലിയ താല്പര്യമുള്ളവരാണ് നിങ്ങൾ. ഒരേ കാര്യങ്ങൾ തന്നെ ദിവസവും ആവർത്തിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ മടുപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ മറ്റൊരു വലിയ കഴിവ് എന്നത് നിങ്ങളുടെ സംസാരമാണ്. വളരെ ആകർഷകമായി സംസാരിക്കാനും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനും നിങ്ങൾക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. എത്ര വലിയ അപരിചിതരായാലും വെറും 5 മിനിറ്റ് സംസാരിച്ചാൽ അവരെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഏത് സാഹചര്യവുമായും പെട്ടെന്ന് ഇഴുകിച്ചേരാനായിട്ട് സാധിക്കും. എന്നാൽ ഇതേ സംസാരം തന്നെ പലപ്പോഴും നിങ്ങൾക്ക് വിനയാകാറുമുണ്ട്. ദേഷ്യം വന്നാൽ പിന്നെ എന്ത് പറയണം എന്ത് പറയരുത് എന്നൊന്നും നിങ്ങൾക്ക് ഒരു ബോധവും ഉണ്ടാകില്ല. പറഞ്ഞതിന് ശേഷം പിന്നീടിരുന്ന് സങ്കടപ്പെട്ടിട്ട് എന്താണ് കാര്യം? ഇനി നിങ്ങളുടെ കരിയറിന്റെയും സാമ്പത്തികത്തിന്റെയും കാര്യം നോക്കാം. വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കും. മാർക്കറ്റിംഗ്, സെയിൽസ്, മീഡിയ, സിനിമ, വ്ളോഗിംഗ്, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ നിങ്ങളുടെ ബുദ്ധി അപാരമായി പ്രവർത്തിക്കും. നിങ്ങളുടെ തലയിൽ എപ്പോഴും പണം സമ്പാദിക്കാനുള്ള പുതിയ ഐഡിയകൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ ഒരു വലിയ പോരായ്മ എന്തെന്നാൽ പെട്ടെന്ന് ഒരു കാര്യത്തോട് താല്പര്യം തോന്നുകയും എന്നാൽ അത് തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ അതിനോടുള്ള മടുപ്പ് കാരണം പകുതി വഴിയിൽ ഇട്ടുപോവുകയും ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികമായി നോക്കിയാൽ പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ സമ്പാദ്യം എന്നതിനേക്കാൾ യാത്രകൾ ചെയ്യാനും സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കാനും നല്ല വസ്ത്രങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും വേണ്ടിയാകും നിങ്ങൾ കൂടുതൽ പണവും ചിലവാക്കുന്നത്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ കുടുംബത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. തമാശകൾ പറഞ്ഞും എല്ലാവരെയും എന്റർടൈൻ ചെയ്യിച്ചും വീട്ടിലെ അന്തരീക്ഷം എപ്പോഴും സന്തോഷകരമായി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈ കടത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളെ ആരും നിയന്ത്രിക്കാൻ പാടില്ല എന്നൊരു നിർബന്ധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. മാതാപിതാക്കളോട് വലിയ സ്നേഹമുള്ളവരാണെങ്കിലും നിങ്ങളുടെ തീരുമാനങ്ങളിൽ അവർ എതിര് നിന്നാൽ നിങ്ങൾക്ക് വലിയ ദേഷ്യം വരാറുണ്ട്. പ്രണയത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആണ്. പ്രണയം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. വളരെ പെട്ടെന്ന് പ്രണയത്തിൽ വീഴുന്നവരാണ് നിങ്ങൾ. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പങ്കാളി എപ്പോഴും അല്പം അപ്ഡേറ്റഡ് ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധങ്ങളിൽ എപ്പോഴും ഒരു പുതുമ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ വിവാഹ ജീവിതത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മടുപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പങ്കാളിയുമായി എപ്പോഴും തുറന്ന് സംസാരിക്കാനും ഒരുമിച്ച് യാത്രകൾ ചെയ്യാനും നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യമെടുത്താൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരേ സമയം പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രകൃതമായതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം നിങ്ങളിൽ കൂടുതലായിരിക്കും.
ഇത് ഉറക്കമില്ലായ്മ, അമിതമായ ഉത്കണ്ഠ, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ അലർജി, ത്വക്ക് രോഗങ്ങൾ എന്നിവയും വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്ക് അല്പം വിശ്രമം കൊടുക്കാൻ ദിവസവും ധ്യാനമോ പ്രാണായാമമോ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. 5-ൽ അവസാനിക്കുന്ന ജനനവർഷമുള്ള നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള ഒരു ഏറ്റവും വലിയ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നുറച്ചു നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇടയ്ക്കിടെ തീരുമാനങ്ങൾ മാറ്റാതിരിക്കുക. ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് പൂർത്തിയാക്കിയിട്ടേ അടുത്തതിലേക്ക് കടക്കാവൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക. നിങ്ങളുടെ ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. സമൂഹത്തിൽ വലിയൊരു നിലയിലും വിലയിലും നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ 5-ൽ അവസാനിക്കുന്ന ജനനവർഷമുള്ള നിങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും താഴെ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത അക്കത്തിലേക്ക് കടക്കാം. ജനനവർഷത്തിന്റെ അവസാന അക്കം 6 ആയി വരുന്നവരെ പറ്റിയാണ് അടുത്തതായി പറയുന്നത്. ഉദാഹരണത്തിന് 1966, 76, 86, 96, 2006, 2016 തുടങ്ങിയ വർഷങ്ങളിൽ ജനിച്ചവർ. നിങ്ങളുടെ ജനന വർഷം ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഈ ഭൂമിയിലെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കാനും ഒരു രാജാവിനെയോ റാണിയെയോ പോലെ ജീവിക്കാനും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. സംഖ്യാശാസ്ത്രത്തിൽ 6 എന്ന സംഖ്യ ശുക്രനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്നേഹം, സൗന്ദര്യം, കല, ആഡംബരം എന്നിവയുടെ ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഈ ഒരു ആകർഷണീയത എപ്പോഴും നിറഞ്ഞു നിൽക്കും. നിങ്ങൾ എവിടെ ചെന്നാലും അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനും അവരോട് സ്നേഹത്തോടെ ഇടപെടാനും നിങ്ങൾക്ക് വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ വൃത്തിയുടെയും അടുക്കും ചിട്ടയുടെയും കാര്യത്തിൽ നിങ്ങളെ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായാലും നിങ്ങളുടെ മുറിയായാലും ധരിക്കുന്ന വസ്ത്രങ്ങളായാലും അത് ഏറ്റവും മികച്ചതും വൃത്തിയുള്ളതുമായിരിക്കണമെന്ന് നിങ്ങൾക്ക് വലിയ നിർബന്ധമുണ്ട്. അലങ്കോലമായി കിടക്കുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടും. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും നിങ്ങൾ ഓടിയെത്തും. എന്നാൽ തിരിച്ച് അവർ നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു നന്ദി വാക്ക് പറയണമെന്നോ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമവും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ട് അവസാനം കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിൽ പലതവണ ഉണ്ടായിട്ടുണ്ടാകും. ഇനി നിങ്ങളുടെ ജോലിയുടെയും സാമ്പത്തികത്തിൻ്റെയും കാര്യമെടുത്താൽ കല, ഡിസൈനിങ്, ഫാഷൻ, മീഡിയ, അഭിനയം, ഭക്ഷണം, ആഡംബര വസ്തുക്കളുടെ വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾ വലിയ വിജയം കൈവരിക്കും. സൗന്ദര്യബോധം ആവശ്യമായ ഏത് കരിയറിലും നിങ്ങൾ ശോഭിക്കുന്നതാണ്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ശുക്രന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പണത്തിന് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരാറില്ല. എവിടെ നിന്നാണെങ്കിലും ആവശ്യത്തിനുള്ള പണം നിങ്ങളെ തേടി വരുന്നതാണ്. ജീവിതത്തിൽ സ്വന്തമായി നല്ലൊരു വീടും നല്ലൊരു വാഹനവും അത്യാവശ്യം ആഡംബരങ്ങളോടെയുള്ള ഒരു ജീവിതവും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. പക്ഷേ പണം ചിലവാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വലിയൊരു ഉദാരമതിയാണ്. നല്ല വസ്ത്രങ്ങൾക്കും പെർഫ്യൂമുകൾക്കും വീട് അലങ്കരിക്കുന്നതിനും സ്വന്തം സൗന്ദര്യം സംരക്ഷിക്കുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് പണം ചിലവാക്കാറുണ്ട്. വിലക്കുറവുള്ള സാധനങ്ങളോട് നിങ്ങൾക്ക് വലിയ താല്പര്യം പൊതുവേ ഇല്ല. അതുപോലെ തന്നെ ക്വാളിറ്റിക്കാണ് നിങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. കുടുംബജീവിതത്തിലേക്ക് വന്നാൽ കുടുംബമാണ് നിങ്ങളുടെ ലോകം. സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാണ്. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒരുപാട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കുടുംബത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുക്കും. നിങ്ങളുടെ വീട് എപ്പോഴും അതിഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചിലവഴിക്കാനും അവരെ സൽക്കരിക്കാനും നിങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ഇനി പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയ വ്യക്തിയാണ്. സിനിമകളിൽ കാണുന്നത് പോലെയുള്ള മനോഹരമായ ഒരു പ്രണയ ജീവിതം നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണുന്നു. എന്നാൽ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ നിർബന്ധങ്ങളുണ്ട്. അവർ കാണാൻ നല്ല ഭംഗിയുള്ളവരും വൃത്തിയായി നടക്കുന്നവരും സമൂഹത്തിൽ നല്ലൊരു നിലയുള്ളവരും ആകണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയിൽ നിന്ന് ഒരുപാട് ശ്രദ്ധയും ലാളനയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഉയർന്ന പ്രതീക്ഷകൾ പലപ്പോഴും വിവാഹ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമാകാറുമുണ്ട്. പങ്കാളി അല്പം വൃത്തിക്കുറവോ ശ്രദ്ധക്കുറവോ ഒക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എങ്കിലും പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യമായിരിക്കും നിങ്ങളുടേത്. ആരോഗ്യത്തിന്റെ കാര്യമെടുത്താൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നല്ല ഭക്ഷണത്തോടും
പ്രത്യേകിച്ച് മധുര പലഹാരങ്ങളോടും കൊഴുപ്പടങ്ങിയ പലഹാരങ്ങളോടും നിങ്ങൾക്ക് പ്രിയം കൂടുതലാണ്. ഇത് ഭാവിയിൽ പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, ഗർഭാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയും വരാൻ സാധ്യതയുണ്ട്. വ്യായാമം ചെയ്യാൻ പൊതുവേ ചെറിയൊരു മടിയുള്ള പ്രകൃതമായതിനാൽ അത് മാറ്റിയെടുത്ത് ദിവസവും അല്പം സമയം ആരോഗ്യത്തിനായി മാറ്റിവെക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. 6-ൽ അവസാനിക്കുന്ന ജനനവർഷമുള്ള നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം ഇതാണ്: എല്ലാവരും നിങ്ങളെപ്പോലെ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് വാശി പിടിക്കരുത്. അങ്ങനെയുള്ള പിടിവാശി ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ ക്ഷമിക്കാൻ പഠിക്കുക. അതുപോലെ പുറമേയുള്ള സൗന്ദര്യത്തെക്കാൾ ആളുകളുടെ ഉള്ളിലെ നന്മയ്ക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒരുപാട് വരും, പക്ഷേ പ്രായമാകുമ്പോഴുള്ള ഒരു സുരക്ഷയ്ക്കായി അതിൽ നിന്നൊരു ഭാഗം ഇന്നേ തന്നെ സമ്പാദിച്ചു വെക്കാനും തുടങ്ങുക. ആഡംബരങ്ങൾക്കൊപ്പം തന്നെ ലളിതമായ ജീവിതത്തിന്റെ ഭംഗിയും ആസ്വദിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ 6-ൽ അവസാനിക്കുന്ന ജനനവർഷമുള്ള നിങ്ങളുമായി എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് താഴെ കമന്റിലൂടെ തീർച്ചയായും അറിയിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത അക്കത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ നോക്കുന്നത് സംഖ്യാശാസ്ത്രത്തിലെ തന്നെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ ഒരു സംഖ്യയിലേക്കാണ്. 7. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 7. ഉദാഹരണത്തിന് 1967, 77, 87, 97, 2007 തുടങ്ങിയ വർഷത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഇനി പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ്. സംഖ്യാശാസ്ത്രത്തിൽ 7 എന്ന സംഖ്യ കേതുവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേതു എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെയും മോക്ഷത്തിന്റെയും ഗവേഷണത്തിന്റെയും ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നത് മറ്റുള്ളവർക്ക് വലിയ പാടുള്ള കാര്യമാണ്. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ സമുദ്രം പോലെയാണ്. പുറമേ വളരെ ശാന്തമായിരിക്കും, എന്നാൽ ഉള്ളിൽ വലിയ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്തും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമല്ല നിങ്ങളുടേത്. ആരെന്ത് പറഞ്ഞാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് ഉൾക്കൊള്ളുകയുള്ളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കാറുമുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് നിങ്ങളുടെ 6-ാം ഇന്ദ്രിയമാണ്. ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ അവരോട് കുറച്ചു നേരം സംസാരിച്ചാൽ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി അളക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചോ നല്ല കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് പലപ്പോഴും മുൻകൂട്ടി ചില സൂചനകൾ ലഭിക്കാറുണ്ട്. വലിയ ആൾക്കൂട്ടങ്ങളിൽ നിൽക്കുന്നതിനേക്കാൾ നിങ്ങളുടേതായ ഒരു ലോകത്ത് തനിച്ചിരിക്കാനാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അഹങ്കാരിയാണെന്നോ അല്ലെങ്കിൽ ആരോടും മിണ്ടാത്ത പ്രകൃതക്കാരനാണെന്നോ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി നിങ്ങളുടെ ജോലിയുടെയും സാമ്പത്തികത്തിന്റെയും കാര്യം നോക്കാം. നിങ്ങൾ ഒരിക്കലും പണത്തിന് പുറകെ ഓടുന്നവരല്ല. നിങ്ങളുടെ ലക്ഷ്യം അറിവ് സമ്പാദിക്കുക എന്നതാണ്. ഗവേഷണം, IT, അധ്യാപനം, മനഃശാസ്ത്രം, ആസ്ട്രോളജി, നിയമം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കും. നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അതിന്റെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾ ശ്രദ്ധിക്കും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ കയ്യിൽ ധാരാളം പണം വരും, എന്നാൽ മറ്റു ചിലപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടാകും. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് ബിസിനസ്സിലോ മറ്റോ പണം ഇറക്കിയാൽ നിങ്ങൾക്ക് ചതിവ് പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഈശ്വര അനുഗ്രഹം എപ്പോഴും ഉള്ളതുകൊണ്ട് പെരുവഴിയിലാകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാറില്ല. കുടുംബ ബന്ധങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്, എന്നാൽ അത് എപ്പോഴും പുറത്തു കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടേത്. സ്നേഹമുണ്ട്, എങ്കിലും എല്ലാവരിൽ നിന്നും ഒരു ചെറിയ അകലം നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് എപ്പോഴും ആവശ്യമാണ്. അതിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നത് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. ഇനി പ്രണയത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെയും കാര്യമെടുത്താൽ ഒരുപാട് റൊമാൻറ്റിക് ആകാനൊന്നും നിങ്ങൾക്ക് സാധിക്കാറില്ല. നിങ്ങൾ പ്രണയത്തിൽ ആഗ്രഹിക്കുന്നത് ആഴത്തിലുള്ള ഒരു മാനസിക അടുപ്പമാണ്. പുറമേയുള്ള സൗന്ദര്യത്തെക്കാൾ പങ്കാളിയുടെ ബുദ്ധിശക്തിക്കും സ്വഭാവത്തിനുമാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത്. വിവാഹ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം ആശയവിനിമയത്തിന്റെ കുറവായിരിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അത് സ്നേഹമായാലും ദേഷ്യമായാലും, പങ്കാളിയോട് തുറന്നു പറയാൻ നിങ്ങൾ പലപ്പോഴും മടി കാണിക്കും. ഞാൻ പറയാതെ തന്നെ അവർ അത് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കാറുണ്ട്. ഇത് കുടുംബജീവിതത്തിൽ വലിയ തെറ്റിദ്ധാരണകൾക്കും പിണക്കങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് പങ്കാളിയുമായി എപ്പോഴും തുറന്നു സംസാരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മാനസിക ആരോഗ്യമാണ്. ഏത് ചെറിയ കാര്യത്തെക്കുറിച്ചും അമിതമായി ചിന്തിച്ച് തല പുണ്ണാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, വിഷാദം എന്നിവയിലേക്ക് നയിക്കാം. നിങ്ങളുടെ പല ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും കാരണം നിങ്ങളുടെ ഈ അമിതമായ ചിന്തകളാണ്.
അതുപോലെ വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, അലർജികൾ എന്നിവ നിങ്ങളെ അലട്ടിയേക്കും. നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ മരുന്ന് എന്നത് പ്രകൃതിയുമായി സമയം ചിലവഴിക്കുന്നതും ധ്യാനവുമാണ്. 7-ൽ അവസാനിക്കുന്ന ജനനവർഷമുള്ള നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം ഇതാണ്. ദയവായി എപ്പോഴും ഒരു മുറിക്കുള്ളിൽ തനിച്ചിരുന്ന് സ്വയം ഒറ്റപ്പെടാതിരിക്കുക. ആളുകളുമായി ഇടപഴകാനും നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലെ 6-ാം ഇന്ദ്രിയം നൽകുന്ന സൂചനകളെ എപ്പോഴും വിശ്വസിക്കുക. ആത്മീയമായ കാര്യങ്ങളിൽ അല്പസമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ ജീവിത അനുഭവങ്ങളുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ തോൽവികളെ പൊരുതി തോൽപ്പിച്ച വലിയ പോരാളികളുടെ ഒരു സംഖ്യയെക്കുറിച്ചാണ്. അതായത് 8. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാനത്തെ അക്കം 8 ആണെങ്കിൽ, ഉദാഹരണത്തിന് 1968, 78, 88, 98, 2008 തുടങ്ങിയ വർഷത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളെ തളർത്താനോ തോൽപ്പിക്കാനോ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. സംഖ്യാശാസ്ത്രത്തിൽ 8 എന്ന സംഖ്യ കർമ്മത്തിന്റെയും നീതിയുടെയും ഗ്രഹമായ സാക്ഷാൽ ശനി ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയമാണ്. എന്നാൽ സത്യം അതല്ല. ശനി ഒരു കർക്കശക്കാരനായ അധ്യാപകനെ പോലെയാണ്. ജീവിതം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനായി അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു പൂമെത്തെ ആയിരുന്നിരിക്കില്ല. കുട്ടിക്കാലം മുതൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും അവഗണനകളും സങ്കടങ്ങളും അനുഭവിച്ചായിരിക്കും നിങ്ങൾ വളർന്നു വന്നത്. മറ്റുള്ളവരെ പോലെ ഭാഗ്യം നിങ്ങളെ എളുപ്പത്തിൽ കടാക്ഷിക്കില്ല. ഒരു കാര്യം നേടിയെടുക്കാൻ മറ്റുള്ളവർ 1 വട്ടം ശ്രമിക്കുമ്പോൾ നിങ്ങൾ 10 വട്ടം കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ആ കഷ്ടപ്പാടുകൾ നിങ്ങളെ ഒരു വജ്രം പോലെ തിളക്കമുള്ളതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ മനക്കരുത്താണ്. 10 തവണ താഴെ വീണാലും 11ാമത്തെ തവണ അതിനേക്കാൾ വലിയ ശക്തിയോടെ നിങ്ങൾ എഴുന്നേൽക്കും. അനീതി കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കില്ല. അതാരായാലും മുഖത്ത് നോക്കി നിങ്ങൾ ചോദ്യം ചെയ്യും. ഇതുകൊണ്ട് തന്നെ പലരും നിങ്ങളെ ഒരു മുൻകോപിയായോ അഹങ്കാരിയായോ തെറ്റിദ്ധരിക്കാറുണ്ട്. പുറമേ വളരെ കർക്കശക്കാരനായി തോന്നുമെങ്കിലും ഉള്ളിൽ വളരെ ശുദ്ധമായ, ആർക്കും ഒരു ദ്രോഹവും ചിന്തിക്കാത്ത ഒരു മനസ്സാണ് നിങ്ങളുടേത്. നിങ്ങളെ മനസ്സിലാക്കാൻ പലർക്കും പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നൊരു സങ്കടം എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. ഇനി നിങ്ങളുടെ കരിയറിന്റെയും സാമ്പത്തികത്തിന്റെയും കാര്യമെടുക്കാം. കുറുക്ക് വഴികളിലൂടെ പണക്കാരനാകാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല. കഠിനാധ്വാനം മാത്രമാണ് നിങ്ങളുടെ മൂലധനം. ജോലിയോട് 100% ആത്മാർത്ഥത കാണിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ 20കളിലും 30കളുടെ തുടക്കത്തിലും നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ തടസ്സങ്ങളും നേരിടേണ്ടി വരും. എന്നാൽ ഒരു ഏകദേശം 35 വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാറുണ്ട്. ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, നിയമം, രാഷ്ട്രീയം, ഭരണരംഗം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾ വലിയ വിജയം നേടുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയൊരു സാമ്പത്തിക സാമ്രാജ്യം തന്നെ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ കെട്ടിപ്പടുക്കും. പ്രായം കൂടുന്തോറും നിങ്ങളുടെ സമ്പത്തും സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കുടുംബജീവിതത്തിലേക്ക് വന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ചുമലിൽ വന്നു ചേർന്നിട്ടുണ്ടാകും. കുടുംബത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും യൗവനവും വരെ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതം തന്നെ പലപ്പോഴും കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ത്യാഗമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താലും കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും അർഹിക്കുന്ന ആ സ്നേഹമോ അംഗീകാരമോ പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നതാണ് വലിയൊരു സത്യം. പ്രണയത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ വളരെ സീരിയസ് ആണ്. പ്രണയം വാക്കുകളിലൂടെയോ വലിയ സമ്മാനങ്ങളിലൂടെയോ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടാകാറില്ല. പക്ഷേ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ഒരു നിഴല് പോലെ സംരക്ഷിക്കുന്നതാണ്. വിവാഹത്തിന്റെ കാര്യത്തിൽ ചില കാലതാമസങ്ങളോ തടസ്സങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട്. എന്നാൽ വിവാഹശേഷം പങ്കാളിയോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തുന്നവരാണ് നിങ്ങൾ. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഗൗരവ പ്രകൃതം പങ്കാളിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാമെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം അവർ പതിയെ മനസ്സിലാക്കിയെടുക്കും. നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല പക്വതയുള്ള ഒരു പങ്കാളിയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടതുണ്ട്. ശനിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ അസ്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാൻ സാധ്യത കൂടുതലാണ്. സന്ധിവേദന, നടുവേദന, പല്ലുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, വാതസംബന്ധമായ അസുഖങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ചെറിയ അസുഖങ്ങൾ വന്നാൽ അത് കാര്യമാക്കാതെ ജോലിയുടെ പുറകെ പോകുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട്. അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും കൃത്യമായി വ്യായാമമോ യോഗയോ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 8-ൽ അവസാനിക്കുന്ന ജനന വർഷമുള്ള നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഉപദേശം,
നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരിക്കലും തളർന്നു പോകരുത്. ഈ ലോകം നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുവോ അത്രത്തോളം വലിയ വിജയം ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കഠിന അധ്വാനം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും സങ്കടങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി തുറന്നു പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റും ഒരു മതിൽ കെട്ടി സ്വയം നിങ്ങൾ അതിൽ ഒറ്റപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. 8-ൽ ജനനവർഷം അവസാനിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതവുമായി ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി നമുക്ക് അവസാന അക്കമായ 9ലേക്ക് കടക്കാം. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാനത്തെ അക്കം 9 ആണെങ്കിൽ, ഉദാഹരണത്തിന് 1969, 79, 89, 99 അല്ലെങ്കിൽ 2009 ഇതൊക്കെയാണ് നിങ്ങളുടെ ജനനവർഷമെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ജനിച്ചിരിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടാനും അവരെ സംരക്ഷിക്കാനുമാണ്. സംഖ്യാശാസ്ത്രത്തിൽ 9 എന്ന സംഖ്യ കുജൻ അഥവാ ചൊവ്വയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നവഗ്രഹങ്ങളിലെ സൈന്യാധിപനാണ് ചൊവ്വ. ഒരു യോദ്ധാവിന്റെ ഗുണങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തിനേയും നേരിടാനുള്ള അപാരമായ ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങൾക്ക് ജന്മനാ തന്നെ കിട്ടിയിട്ടുണ്ട്. അനീതി ആരു ചെയ്താലും അത് കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല. അവിടെ നിങ്ങൾ പ്രതികരിച്ചിരിക്കും. അത് നിങ്ങൾക്ക് എത്ര വലിയ നഷ്ടമുണ്ടാക്കിയാലും ശരി, നിങ്ങളുടെ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്നത് നിങ്ങളുടെ മുൻകോപമാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ പിന്നെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ എന്താണ് പറയുന്നതെന്നോ നിങ്ങൾക്ക് യാതൊരു ബോധവും ഉണ്ടാകില്ല. പക്ഷേ ഒരു മഴ പെയ്തു തോരുന്നത് പോലെ ആ ദേഷ്യം വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോവുകയും ചെയ്യും. ദേഷ്യം മാറിയാൽ ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നോർത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ആർക്കെതിരെയും പകയോ വിദ്വേഷമോ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല. ഉള്ളിലുള്ളത് അപ്പപ്പോൾ തുറന്നു പറയുന്ന വളരെ ശുദ്ധമായ ഒരു മനസ്സിനുടമയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ അടുത്തറിയാവുന്നവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ ഏതറ്റം വരെ പോകാനും നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിന് ഒരു അപകടം വന്നാൽ പോലും പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ആദ്യം ഓടിയെത്തുന്നത് നിങ്ങളായിരിക്കും. ഇനി നിങ്ങളുടെ കരിയറിന്റെയും സാമ്പത്തികത്തിന്റെയും കാര്യമെടുക്കാം. ശരീരത്തിൽ എപ്പോഴും വലിയ ഊർജ്ജം ഉള്ളത് കൊണ്ട് തന്നെ ഒരിടത്ത് അടങ്ങിയിരുന്ന് ചെയ്യുന്ന ജോലികളെക്കാൾ നിങ്ങൾക്ക് എപ്പോഴും ഓടി നടന്ന് ചെയ്യാൻ കഴിയുന്ന ജോലികളോടായിരിക്കും താല്പര്യം. പോലീസ്, പട്ടാളം, സ്പോർട്സ്, എഞ്ചിനീയറിംഗ്, സർജറി, റിയൽ എസ്റ്റേറ്റ്, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾ വലിയ വിജയം സ്വന്തമാക്കും. ആരുടെയെങ്കിലും കീഴിൽ അവരുടെ ആജ്ഞകളനുസരിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് പൊതുവെ ബുദ്ധിമുട്ടായിരിക്കും. സാമ്പത്തികമായി നോക്കിയാൽ പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. എന്നാൽ അത് നിലനിർത്താൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു എടുത്തുചാട്ട പ്രകൃതമുള്ളത് കൊണ്ട് തന്നെ വലിയ ആലോചനകളില്ലാതെ പലയിടത്തും പണം നിക്ഷേപിക്കാനും മറ്റുള്ളവർക്ക് കടം കൊടുക്കാനും നിങ്ങൾ തയ്യാറാകും. അങ്ങനെ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും വഞ്ചനകളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. നാളേക്ക് വേണ്ടി പണം കരുതി വെക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് വന്നാൽ, കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന, അവരെ ഒരു സംരക്ഷകനെ പോലെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് നിങ്ങൾ. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും വളരെ ആഴത്തിലുള്ള സ്നേഹവും നിങ്ങൾക്കുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ആജ്ഞാശീലവും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലാകണമെന്ന വാശിയും ചിലപ്പോഴൊക്കെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പ്രണയത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ 100% ആത്മാർത്ഥത കാണിക്കുന്നവരാണ്. പ്രണയത്തിൽ നിങ്ങൾ വളരെ പൊസസീവാണ്. നിങ്ങളുടെ പങ്കാളിയെ മറ്റാരെങ്കിലും നോക്കുന്നതോ അവരോട് അമിതമായി അടുപ്പം കാണിക്കുന്നതോ നിങ്ങൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ സാധിക്കാറില്ല. നിങ്ങളുടെ പങ്കാളി എപ്പോഴും നിങ്ങളെ അനുസരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പങ്കാളിക്ക് അല്പം ക്ഷമയും നിങ്ങളെ മനസ്സിലാക്കാനുള്ള പക്വതയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം വളരെ മനോഹരമായിരിക്കും. എന്നാൽ രണ്ടുപേർക്കും അമിതമായ ഈഗോ ഉണ്ടെങ്കിൽ ദാമ്പത്യത്തിൽ എപ്പോഴും ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് സത്യസന്ധത ഇല്ല എന്ന് തോന്നിയാൽ പിന്നെ ആ ബന്ധത്തിൽ തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രക്തം, പേശികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചൊവ്വയുടെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഉഷ്ണം കൂടുതലായിരിക്കും. അസിഡിറ്റി, അൾസർ തുടങ്ങിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമിതമായ ആവേശം കാരണം ഡ്രൈവിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ അപകടങ്ങൾ, മുറിവുകൾ, പൊള്ളലുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യത കൂടുതലായതിനാൽ എപ്പോഴും ഒരു ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള അമിതമായ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ദിവസവും വ്യായാമമോ യോഗയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും.
9 അവസാനിക്കുന്ന ജനനവർഷമുള്ള നിങ്ങൾക്ക് തരാനുള്ള ഒരു പ്രധാന ഉപദേശം ഇതാണ്. ദയവായി നിങ്ങളുടെ ദേഷ്യവും എടുത്തുചാട്ടവും നിയന്ത്രിക്കുക. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരാളോട് ഒരു വാക്ക് പറയുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കുക. ആരെയും അന്ധമായി വിശ്വസിച്ച് പണമിടപാടുകൾ നടത്താതിരിക്കുക. നിങ്ങളുടെ ധൈര്യവും മനക്കരുത്തും ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ടാൽ സമൂഹത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ 9 അവസാനിക്കുന്ന വർഷത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി 0 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളുടെയും ഫലങ്ങൾ ഈ 2 വീഡിയോകളിലായിട്ട് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സംഖ്യാശാസ്ത്രം എന്നത് വളരെ വിശാലമായ ഒരു ശാസ്ത്രമാണ്. നിങ്ങളുടെ ജനനവർഷം മാത്രമല്ല, ജനന തീയതിയും പേരും എല്ലാം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം പരിശോധിക്കുന്നതിനും കൂടുതൽ കൃത്യമായ വിവരങ്ങളും പരിഹാരങ്ങളും അറിയുന്നതിനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിനായുള്ള വാട്സപ്പ് നമ്പറും വിശദാംശങ്ങളും സ്ക്രീനിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.